ഒരു എന്താ അഡ്ജസ്റ്റ്മെന്റിന് ആയിട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പം ഈ ത്രിഗുണങ്ങൾ എന്തിന്റെ ത്രിഗുണങ്ങളാണെന്നുള്ളതാണ്. ബ്രഹ്മത്തിലല്ലേ അത് തന്നെ സംഭവം. ഏത് ചോദ്യത്തിനാണ് മറുപടി ഇല്ല. അല്ല, അപ്പൊ ഈ ബ്രഹ്മത്തിന് ലീല എന്ന് പറയുന്നത് അല്ല, അപ്പോൾ ഈ ബ്രഹ്മത്തിന് ഇത് കണക്കുള്ള വേരിയേഷൻസ് ഉണ്ട്. ഗുണങ്ങൾ മൂന്നെണ്ണമല്ല. അല്ല, അവിടെ ഇപ്പൊ അൺബാലൻസ് അപ്പൊ അത് ബ്രഹ്മത്തിലല്ല അത് സംഭവം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മനസ്സിലാക്കാൻ ആയിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട്. ആദ്യം ഈ ക്ലാരിറ്റി വന്നത് ആ ചോദ്യത്തിൽ നിന്നാണ്. എന്താണെന്ന് വെച്ചാൽ വാട്ട് വാസ് ദർ ബിഫോർ ദ ബിഗിനിങ് എന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ചോദിക്കുക അറിയണമല്ലോ. അപ്പോൾ അറിയണമെങ്കിൽ നമുക്ക് ഈ മനസ്സിലൊരു ചോദ്യം ഇട്ടാലേ എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചോദ്യമാണ് വാട്ട് വാസ് ദർ ബിഫോർ ദ ബിഗിനിങ് എന്ന് ചോദിക്കും. ചോദിച്ചാൽ ഈ മനസ്സിനൊന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ച് നേരം അത് ഇങ്ങനെ അടിച്ചു നോക്കും. അടിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് അറിഞ്ഞൂടെ, ആർക്കും അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്നും വരുന്നില്ല. ഒന്നും വരാതിരിക്കുമ്പോൾ ചുമ്മാ ഒരു ശൂന്യത മാത്രമാണ്. അതുകൊണ്ട് മൈൻഡിന് തോന്നിക്കുന്നത് ശൂന്യതയാണ്. ഫോർ ദ ബിഗിനിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മൈൻഡിന് ഒന്നും വരില്ല. ഒരു ആൻസറും അതിന് ഫൈനലായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ വല്ല ആരെങ്കിലും പറഞ്ഞ കഥകളൊക്കെ പറയാമെന്നല്ലാതെ നമ്മൾ സ്പെസിഫിക് നമുക്കൊരു ആൻസർ വരില്ലല്ലോ. നമുക്ക് അറിഞ്ഞൂടല്ലോ. അറിയാമെങ്കിൽ ഒരു ആൻസർ വരും. അറിഞ്ഞൂടാ നമ്മൾ ആൻസറൊന്നും വരത്തില്ല. അത് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഈ മൈൻഡിന് രക്ഷയില്ലാതെ ഇത് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ മൈൻഡ് പറയും സൈലൻസ് ആണെന്ന്. മൈൻഡിൻ്റെ എക്സ്പീരിയൻസ് അതങ്ങ് പറയണം സൈലൻറ്റ്. മൈൻഡിനെ അത് അറിയാൻ നോക്കില്ല. മൈൻഡ് പിന്നെ വന്ന ഒരാളാണ്. ഈ നമ്മൾ പിന്നെ നിൽക്കുന്ന ഒരു സാധനത്തിന് അത്രയും സബ്റ്റിലായിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ നോക്കില്ല. ഈ ഗ്രോസ് നേച്ചറിന് സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം തന്നെ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്രോസ് നേച്ചർ അതിൻ്റെ ഇമാജിനേഷനൊക്കെ വെച്ചൊരു സാധനം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം. ഇന്ത്യൻ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ശാസ്ത്രജ്ഞാണ് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയും. അപ്പം നമ്മൾ പറയുന്നത് ബിഫോർ ദ ബിഗിനിങ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? ചോദിച്ചാൽ ഏതാണ്ട് കൺവിൻസിങ് പോലെ ഇരിക്കും. ബിഫോർ ദ ബിഗിനിങ് ദർ ഇസ് നത്തിങ്. അപ്പോൾ നത്തിങ് ഇന്ന് എങ്ങനെ ഉണ്ടാവും? ഈ നത്തിങ്നെസ് ഇന്ന് എങ്ങനെ ഉണ്ടാവും? അവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന എംറ്റിനെസ് ആണോ? ബുദ്ധിസ്റ്റ് സ്കൂൾ എംറ്റിനെസ് എന്ന് പറയും, നത്തിങ്നെസ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ഒന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. മൈൻഡാണോ നോക്കുന്നത്? മൈൻഡാണ് അറിയാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ എന്നാൽ ഈ അറിയാൻ പറ്റാത്ത ആൾ ഒരു ആൻസറിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്നും പിടിക്കാമെന്ന് പറഞ്ഞ് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ആൻസർ കിട്ടാൻ പ്രയാസമാണ്. നല്ല ചുഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അത് പറയാമെന്ന് ബിഫോർ ദ ബിഗിനിങ് ദർ വാസ് നത്തിങ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നത്തിങ്നെസ് വാസ് ദർ എവരിവെയർ. ഉള്ളിൽ നിന്ന് വന്നതാണ്. അതങ്ങനെ വന്നു. നത്തിങ്നെസ് വാസ് ദർ എവരിവെയർ. അപ്പം ഞാൻ കണ്ടു എവരിവെയർ എന്ന് പറയുന്നത് ഒരു സ്പേസ് കോൺസെപ്റ്റ് അല്ലേ? സ്പേസ് ഉണ്ടായിട്ടില്ലല്ലോ. സ്പേസ് ഉണ്ടായിട്ടില്ല. അപ്പം അതിനകത്ത് നമുക്ക് ഈ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയ ഉണ്ട്. അതിനകത്ത് മൈൻഡ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്താണ്? എവരിവെയർ എന്നൊരു ഐഡിയ ഇട്ടാൽ കുറച്ച് സമാനം കിട്ടും. അതുകൊണ്ട് ആ എവരിവെയർ എന്ന ഐഡിയ അത് അവിടെ ഇട്ടു. അതിട്ട് കഴിഞ്ഞിട്ട് വാസ് ദെയർ എവരിവെയർ. അപ്പോൾ അടുത്ത ഐഡിയ മൈൻഡ് ഇടുകയാണ്. എന്താണ്? ഇറ്റ് വാസ് ഫുൾ വിത്ത് എംപ്റ്റിനെസ് അല്ലേ? ഇഫ് നത്തിങ്നെസ് വാസ് ദെയർ എവരിവെയർ ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ഫുൾ വിത്ത് എംപ്റ്റിനെസ്. മൈൻഡൊക്കെ പറയാം. അയാൾക്കും അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ മൈൻഡും ഇങ്ങനെ ഒരു ആൻസർ പറയാം. ഇറ്റ് വാസ് ഫുൾ വിത്ത്. അപ്പോൾ ഇത് ഫുൾനെസ്സാണ്. ഒരേ കാര്യത്തിന് എംറ്റിനെസ്സിന് ഫുൾ എന്ന് എംറ്റി എന്ന് രണ്ട് സ്കൂളുകൾ പറയുന്നുണ്ട്. അതിങ്ങനെ അപ്പം ഇത് ഫുള്ളെന്ന് പറയുന്നു, മറ്റേവർ പറയണു അത് എം ടി ആണെന്ന്. നമ്മൾ എം ടി എന്ന് പറയുന്നത് നമ്മളെ ലിമിറ്റഡായ മനസ്സുകൊണ്ട് അതിനെ അറിയുന്നതുകൊണ്ടല്ലേ? മനസ്സിൻ്റെ ഒരു പോരായ്മയല്ലേ എം ടി ആയിട്ട് കാണുന്നത്. അപ്പം ഈ മനസ്സിൻ്റെ ഒറിജിനെ കുറിച്ചാണ് ഈ മറ്റേ പറയുന്നത് അവിടെ ഒന്നുമില്ല. അപ്പോൾ ആ ഒന്നുമില്ലായ്മയിൽ എന്തൊന്നും ഉണ്ടാകാൻ പോസിബിൾ അല്ല. നമ്മുടെ ഇപ്പോൾ മൈൻഡ് വെച്ച് നോക്കിയാൽ അല്ലേ? ഒന്നുമില്ലാത്തതിന് എങ്ങനെ ഉണ്ടാകും? ഒന്നും ഉണ്ടാകാൻ പോസിബിൾ നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടുണ്ടായി കാണും.
എന്നിട്ട് എടുക്കാൻ പൂർണ്ണമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നേ എടുക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇപ്പം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളുകാരൻ ഒന്നങ്ങ് പറഞ്ഞു, ഇത് തോന്നലാണ്, നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നതാണ്, ഇതില്ല. അതാണ് ആ സ്കൂള്, ശങ്കരാചാര്യ സ്വാമിയുടെ സ്കൂളാണ്. ഇത് നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാണ്, ഇവിടെ ഇങ്ങനെ ഒന്നുമില്ല, ഉണ്ടാകാൻ പറ്റത്തുമില്ല, രണ്ടെന്ന് പറഞ്ഞ ഒന്നേ ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നങ്ങ് എന്നാലും അങ്ങനെ പറഞ്ഞു. റിയലാണ്. അല്ല, അതറിയാൻ പറ്റില്ല, അതാണ് സംഭവം. മനസ്സ് വെച്ചറിയാൻ ഒക്കത്തില്ല, മനസ്സ് വെച്ചിട്ട് അതിന് ആൻസർ ഇല്ല. നമുക്ക് നമ്മളെ മനസ്സ് വെച്ചത് രണ്ടായിട്ടല്ലേ ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മനസ്സെപ്പോഴും സ്പേസ് ടൈം കോൺസെപ്റ്റിൽ ഇരിക്കുക. ഈ ഒരു കാര്യം കാരണം ബന്ധമില്ലേ, കാസ് ആൻഡ് ഇഫക്റ്റ്, അതിലെ മൈൻഡ് നിൽക്കാവുള്ളൂ. മൈൻഡിൻ്റെ ബേസ് അതാണ്. ആ ബേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതൊരു ഇല്യൂഷൻ ആയിക്കോട്ടെ. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ, ശങ്കരാചാര്യ സ്വാമി പറഞ്ഞ പോലെ ഇല്യൂഷൻ ആയിക്കോട്ടെ. പക്ഷെ ആ ഇല്യൂഷൻ വെച്ചിട്ടാണ് ഈ മൈൻഡിന് കാണാൻ പറ്റത്തുള്ളൂ. ഇല്യൂഷൻ വെച്ചിട്ട് കാണുന്നത് എല്ലാം ഇല്യൂഷനാണെന്നാണ്. അപ്പോൾ ഈ ഇല്യൂഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അവർ നോക്കിയത്. ഈ ഇല്യൂഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, മൈൻഡിൻ്റെ റൂട്ട് ബ്രഹ്മത്തിൽ നിന്നല്ല, അത് വേറൊരു സോഴ്സിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ സോഴ്സ് എന്ന് പറയുന്നതിലാണ് ഈ പറഞ്ഞ സത്വരജ തമോ ഗുണങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ സത്വഗുണം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി, ലൈറ്റ്, നോളജ് എന്നാണ്. രജോ ഗുണം വെച്ചാൽ പാഷൻ്റെ ആക്ടിവിറ്റിയാണ്. മറ്റേത് ലെഥാർജി, സ്ലീപ്പ്, ഡാർക്ക്നെസ്, ഇഗ്നോറൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് തമോ ഗുണം. അപ്പോൾ ഇതെല്ലാം മൈൻഡ് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അതിൽ നിന്ന് ഇതെന്താണെന്ന് നമുക്കറിയണമല്ലോ. ഈ മൈൻഡ് വെച്ചിട്ട് മാക്സിമം ഉള്ളത് നോക്കുക. പിന്നെ മൈൻഡിന് പറ്റിയില്ലെങ്കിൽ നമുക്കത് വിടാം. പക്ഷേ എന്നാലും മൈൻഡിന് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ, ലാബറട്ടറി ഒന്നും ഇല്ല നമുക്ക്, വേലകൾ മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് അതിൻ്റെ പരമാവധി ലോജിക്കലായിട്ട് പഠിക്കുക. മൈൻഡിന് അത് അതിൻ്റെ ഉള്ളതാണ്. ലോജിക്ക് നടക്കില്ലെങ്കിൽ അവൻ വിശ്വാസത്തിലോട്ട് പോകും. അവന് ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്നും ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഉണ്ടായല്ലോ, പ്രപഞ്ചത്തിൻ്റെ മൈൻഡ് എങ്ങനെ ഉണ്ടായി, ആ പ്രപഞ്ചത്തിൻ്റെ മൈൻഡ് എങ്ങനെ ഉണ്ടായെന്ന് നോക്കുമ്പോൾ മൈൻഡിൻ്റെ ഫങ്ഷൻ നമുക്കിപ്പോൾ കുറച്ചൊക്കെ അറിയാം. മൈൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൈൻഡിൻ്റെ ഉദ്ദേശം ഒരു കാര്യം അറിയണം എന്നുള്ളത്, എന്ത് തൊട്ടല്ല അറിയണം. അപ്പോൾ അത് അറിവിൽ നിന്നേ ഉണ്ടാകാം. അറിവെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതേ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ അറിവ്, പ്രകാശം എന്തിനാണ്, ഒരു കുറച്ചുകൂടെ ഒരു ഉത്തേജനം കിട്ടാനായിട്ട്. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയും പോലെ കുറേ കൂടെ ആ ഹെവിനെസ് അങ്ങ് മാറി ലൈറ്റായിട്ട് മാറാൻ വേണ്ടിയാണ് മൈൻഡ് ഇത് നോക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ് എന്നുള്ള അർത്ഥവും ആ ഹെവിനെസ് മാറുന്ന അവസ്ഥയും ലൈറ്റിനകത്തുണ്ട്. അപ്പം നോളജ്, ലൈറ്റ്, ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളാണ് സത്വഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ബേസ് അവിടെ ഉണ്ടായി കാണും. ഈ മൈൻഡ് ഇങ്ങനെ ഇരിക്കില്ലേ, ഇത് ഉണ്ടാകണമെങ്കിൽ എൻ്റെ ബേസ് എന്തെങ്കിലും ഉണ്ടായിരിക്കണ്ടേ. അപ്പോൾ ഇവരിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്ത് പോവുക. ഫൈനലാണെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും വലിയ ആൾ പറഞ്ഞുകൊണ്ട് അതങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാനും പാടില്ല. വലിയ ആളുകൾ എന്തെല്ലാം മടത്തരങ്ങൾ പറഞ്ഞിരിക്കും. നമ്മൾ ട്രംപിനെ പോലെ ഒരു വലിയ മഹാരഥൻ അവിടെ നിന്ന് എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് വലിയ ആൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇത് ശരിയാണെന്ന് നമുക്കങ്ങനെ എടുക്കാനും പറ്റും. അപ്പോൾ നോക്കുമ്പോൾ ഏതായാലും മൈൻഡിൻ്റെ ക്വാളിറ്റി ഈ ഉണ്ടായിരിക്കുന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ ഒരു മൈൻഡ് വേണ്ടേ. ഇപ്പോൾ എല്ലാം മൈൻഡിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മളെ കൊച്ചു മൈൻഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു നോളജ് പോലെ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊരു തോന്നൽ നമുക്കിങ്ങനെ. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്നു, ചിലപ്പോൾ അണ്ണാനെ പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു കെണി വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് പറയാം, ഒരു ഐഡിയ വരിക. അപ്പോൾ ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ അയാളുടെ നോളജ് ഫോമുലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ പിടിച്ചത് ഇത് നടക്കുമെങ്കിൽ അണ്ണാനെ ഇത് വെച്ച് പിടിക്കാമെന്നാണ് പറയും. ആദ്യം ഒരു സ്പെക്കുലേഷൻ, ഹൈപ്പോത്തസിസ് പോലെ എടുത്തിടുക. അങ്ങനെ ഒരു സ്പെക്കുലേഷൻ വെച്ചിട്ട് ഈ മൈൻഡിൻ്റെ ഒറിജിനൽ മൈൻഡാണ് ഈ പറഞ്ഞത് ടോട്ടൽ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കും. സൃഷ്ടിയുടെ സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം സുവമോട്ടോ അതിൻ്റേതായ നിലയിൽ ഉണ്ടായിരിക്കണം എന്ന്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ക്ലാരിറ്റി ഉണ്ടാകാനുള്ള ഒരു സാധനത്തിൻ്റെ ബീജം അവിടെ ഉണ്ട് എന്ന് ലേറ്റർ മാസ്റ്റേഴ്സ് പറഞ്ഞു. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതൊന്നും പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ ഒക്കത്തില്ല. പക്ഷേ ഞാൻ ഈ മറ്റേ ഡോക്ടർ ഫെഗിനെ അറിയാമോ? ഫെഗിൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ മൈക്രോ ചിപ്പ് കണ്ടുപിടിച്ച ആളാണ്. ഒരുപാട് ഇൻവെൻഷൻ ചെയ്തിട്ടുള്ള ആളാണ്.
അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ഈ കോൺഷ്യസ്നെസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇതിലൊരു ലേഡി വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും അസുഖമായിരിക്കും, തലയ്ക്കാണെന്നുള്ളത് പിന്നെ മനസ്സിലാകും, എന്തൊരു അസുഖം കാണും എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ അപ്പോൾ അതെന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ മാറിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ദിവസം വൈകുന്നേരം ടൈം കൊടുത്ത് ട്രാൻസ്ലേറ്റർ വേണം, അവർക്ക് ഇറ്റാലിയനാണ്, ട്രാൻസ്ലേറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ, ഞാൻ ഓൺലൈനിൽ, അവർ ഓൺലൈനിൽ. അപ്പോൾ അങ്ങനെ കയറി. അപ്പോൾ കയറിയിട്ട് ഞാൻ ഈ ശാസ്ത്രം പറയാം, ഈ ഒറിജിനെ കുറിച്ച്, കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് അവരുടെ റിസർച്ച്. അപ്പോൾ ഞാനിതിങ്ങനെ ഇത് പറയാണ്, ഇങ്ങനെ ആയിരിക്കാം, ഈ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈ ക്വസ്റ്റ്യനൊക്കെ ഇട്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഈ മൈൻഡ് വെച്ചിട്ടാണ് ആ സാധനത്തിനെ അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ മൈൻഡ് വെച്ച് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു എംപ്റ്റിനെസ്സിനെ മൈൻഡിന് അറിയാൻ പറ്റത്തില്ല. പിന്നെ മൈൻഡിൻ്റെ ക്വാളിറ്റിയുടെ റൂട്ട് ക്വാളിറ്റി അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അതിൽ നിന്നായിരിക്കണം ഇത് വരാൻ ഇടയുള്ളത്. ഇത് ഹൈപ്പോത്തസിസാണ് അല്ലേ? ഇങ്ങനൊരു ക്വാളിറ്റി അതിൽ നിന്നായിരിക്കാം ഇത്. ഇപ്പം ഇങ്ങനെ ഉണ്ട്, ഇപ്പം നമുക്കിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എവിടെയെങ്കിലും ഒരെണ്ണം കാണുമല്ലോ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലെ ആ റൂട്ട് കാണും, ബ്രഹ്മമല്ല. ആ, അപ്പോൾ അങ്ങനെ ഒരു ഈ നോളജ് എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ ഇങ്ങനെ ആവാമോ എന്ന് ആ സോഴ്സിന് അങ്ങനെ തോന്നി. ഇപ്പോൾ ഇത് കാണുന്നത് കൊണ്ട് അങ്ങനെ ഒരു സോഴ്സ് അവിടെ ഉണ്ടാവാം എന്നെടുക്കാം, അല്ലാതെ ഇതുണ്ടാവില്ല. അപ്പം നമ്മൾ സത്വഗുണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിൽ വൈബ്രേറ്റ് ചുമ്മാ ആവില്ല, വൈബ്രേറ്റ് ചുമ്മാ ഇരിക്കുന്ന സാധനം വൈബ്രേറ്റ് ആവും, അതാവത്തില്ല. അപ്പോൾ അതാകണമെങ്കിൽ അതിനൊരു ചോദനം വേണം, ഒരു പ്രചോദനം വേണം അല്ലേ? അപ്പോൾ പ്രചോദനവും ആ വൈബ്രേഷനും കൂടി ചേർന്ന് രജോഗുണം എന്ന് പറഞ്ഞു. രജോഗുണം അതാണ് പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ്, ഇത് രണ്ടും ഉണ്ടാവും. അപ്പോൾ ആ എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ള അതിനപ്പുറത്ത് കിടക്കുക, അത് ബേസിലേക്ക് കിടക്കുന്നു. അതിൽ നിന്ന് അത് ടെസ്റ്റ് ചെയ്യണ്ടേ, ഇങ്ങനെ സാധനം കിടക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് അതും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ടൂൾസ് ഉണ്ടായാലേ ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് ആ ടൂൾ എന്ന് പറഞ്ഞാൽ പ്രചോദനം ഉണ്ടാകണം, പാഷൻ ടു മൂവ്. അങ്ങനെ ഇനി മൂവ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് മൂവ് ചെയ്യുന്നത്. ആണല്ലോ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറേ കൂടെ ഇരിക്കാമെങ്കിൽ നമുക്ക് അങ്ങിരിക്കാം. അത് തോന്നില്ലെങ്കിൽ അപ്പോഴും എണീച്ച് പോകത്തില്ല, ഇതിപ്പോൾ കേൾക്കേണ്ട കാര്യമൊന്നും. അപ്പം അങ്ങനെ ഇതിനകത്തൊരു പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഉണ്ടായിരിക്കാം സോഴ്സിൽ രണ്ടാമതായി. അപ്പോൾ ആ മറ്റേ സോഴ്സിൻ്റെ സപ്പോർട്ടില്ലാതെ ഇതുണ്ടാവത്തില്ല എന്ന് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കും അവർ വന്നെന്നാണ് ഞാൻ കാണുന്നത്. അപ്പം മറ്റേ നോളജ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ട്, അതിൽ നിന്ന് ഈ ഇൻസ്പിറേഷൻ വന്നിട്ട് ആ പാഷൻ വന്നിട്ട് അത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ അവിടെ ഉണ്ടാകാൻ തുടങ്ങി, കുറച്ചുകൂടെ ഗ്രാസറായിട്ടുള്ള എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായി. ആ ഉണ്ടായതിനെയാണ്, അങ്ങനെ ഒരു സാധനം ഉണ്ടായി എന്ന് വന്നാൽ ആ ഒരു സാധനം ഒരു വൈബ്രേഷൻ ആയിക്കോട്ടെ, ആ വൈബ്രേഷൻ അപ്പോൾ ഒരു സാധനം അവിടെ വൈബ്രേറ്റ് ചെയ്ത് നോക്കി. ഈ ഉണ്ടായിരിക്കുന്ന ആ വൈബ്രേഷൻ മറ്റേ ബേസുമായിട്ട് നോക്കുമ്പോൾ ഇത് കുറേ കൂടെ ഗ്രോസറാണ് ആണല്ലോ. അതെ, മറ്റേത് വളരെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനത്തെ സാധനം ഉണ്ടാകുന്നെങ്കിൽ, എന്തൊരു സാധനം അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഒരു വൈബ്രേഷൻ ആവട്ടെ, അത് ഉണ്ടാകുന്നെങ്കിൽ ഒരു പാർട്ടിക്കിളാവട്ടെ ഉണ്ടാകുന്നെങ്കിൽ അത് മറ്റേതുമായിട്ട് നോക്കുമ്പോൾ അതിനേക്കാളും ഗ്രോസാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രോസ് നേച്ചറിൻ്റെ ബേസ് അവിടെ, ആ ഐഡിയ അവിടെ വന്നു. ഇതൊന്നും ഉണ്ടാകുന്നതല്ല, ഐഡിയ അവിടെ വന്നു. അപ്പോൾ അതുകൊണ്ട് അത് കമ്പയറിങ് ദ സബ്റ്റിൽ ഇത് കുറച്ച് ഗ്രോസറായി മാറി. അപ്പോൾ അത് ആ ഗ്രോസിൻ്റെ ഒരു ഫർദർ ഗ്രോസ് നേച്ചറാണ് നമ്മുടെ ഈ കാണുന്ന നമ്മൾ, ഈ ഭൂമി എല്ലാം അതിലേക്ക് വരാം. അതിൽ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഇത് വെച്ചിട്ട് മൈൻഡ് എങ്ങനെ ഉണ്ടായെന്നുള്ളത്, ലോ എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, അതിൻ്റെ സോഴ്സ് എങ്ങനെയെന്നാണ് നോക്കുന്നത്. ഇങ്ങനെ ആയിരിക്കാം എന്ന് കണ്ടു. പിന്നെ ഏത് കാര്യം കുറേ പ്രാവശ്യം പറയുമ്പോൾ അത് അവർക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നു. പറഞ്ഞു അങ്ങനെ എന്നൊക്കെ തോന്നി. അപ്പം അങ്ങനെ തോന്നിച്ച ഒരാളാണ് ഈ കപിലമാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, എങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അതിനാണ് നമ്മൾ റെവലേഷൻ എന്ന് പറയും. അത് ഉറപ്പായും അങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് തോന്നിച്ചു, സംശയമില്ല. സംശയമില്ല. അതാണ് അങ്ങനെ എഴുതി വയ്ക്കുന്നത്. ഇത് ഇങ്ങനെയാണെന്ന് അങ്ങ് പറഞ്ഞു. ആരും അതുവരെ പറഞ്ഞിട്ടില്ല. ആരും പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതുവരെ വേറെ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കപിലൻ്റെ മഹർഷിയുടെ സമയം വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ അങ്ങ് പറഞ്ഞു, ഇങ്ങനെയാണ് ഈ 3 ക്വാളിറ്റി, ഇതാണ് അതിൻ്റെ റൂട്ട്
തത്വഗുണം ഉണ്ടായി, അതിൽ നോളജ് ആൻഡ് ക്ലാരിറ്റി ഉണ്ടായി, അതിൽ നിന്ന് പാഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ് ഉണ്ടായി. അതിൽ അപ്പോൾ അവിടെ ഒരു സാധനമില്ല, എന്തോ ഒരു ഐഡിയ പോലെ കിടക്കുക. അതിൽ നിന്നാണ് ഈ പറയുന്ന ഗ്രാസിഫിക്കേഷൻ്റെ സംഭവങ്ങളുടെ ബേസ് അവിടെ ഉണ്ടായി. അത് തമസെന്ന് പറയും. ഇനി ഇത് മൂന്നും ഉണ്ടായപ്പോഴത്തേക്കും അപ്പോൾ അവിടെ എന്തോന്നോ സാധനം, വെൻ കമ്പയറിങ് ടു ദ ബേസ് ഇവിടെ എന്തോ ഉണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആ മറ്റേ സാധനത്തിന് നമുക്ക് എംപ്റ്റിനെസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സാധനം അവിടെ അനങ്ങിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ബേസ് അത്. അപ്പം അതിന് സ്പേസ് എന്ന് പറയും. ഇതില്ലെങ്കിൽ അവിടെ സ്പേസ് ഇല്ല. അതങ്ങനെയാണ്, ശൂന്യതയാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരില്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള സ്ഥലമില്ല. അപ്പം അങ്ങനെ ഒരു ഐഡിയ അതിനകത്ത് കയറി വരിക. ഇതാണ് അവർ ഈതർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈതർ എലമെൻ്റ് ഇല്ല എന്ന് ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ പറയുന്നുണ്ട് ആകാശം എന്ന് പറയുന്ന സാധനം ഇല്ല. സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ ഇല്ലാത്ത ഇതുകൊണ്ടാണ്. അത് ഈ രണ്ട് വൈബ്രേഷന് ഇടയ്ക്കുള്ള സ്ഥലമാണ്. അത് ഒന്നുമില്ല. രണ്ട് വൈബ്രേഷന് ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനും മറ്റേ പാർട്ടിക്കിളിനും ഇടയിൽ എന്തോ കാണുന്നതാണ് ഈ സ്പേസ്. അപ്പോൾ അതവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് അതിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുത്തു. അതിനെയാണ് അവർ ഈതർ എന്ന് പറയുന്നത്. ഇനി ആ ഈതർ കൂടെ ആയപ്പോൾ അതിനകത്ത് പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാകാൻ തുടങ്ങി. പാർട്ടിക്കിൾ മൂവ്മെൻറ്റ് എന്തെങ്കിലും ആവട്ടെ, ഒരു മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ആ മൂവ്മെൻറ്റിനെയാണ് അവർ ഈ എയർ, ഈ മൂവ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷനാണ് എയറിൻ്റെ ക്വാളിറ്റി ആയിട്ട് അവർ കണ്ടു. അതിൻ്റെ ബേസ് ഈ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഈ മൂവ്മെൻ്റ് എന്ന് പറയും. അതിന് മുമ്പേ തന്നെ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്നുമില്ലല്ലോ, ബേസാണ്, വിറ്റ്നസ്സാണ്. ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറയിൽ സാക്ഷിഭാവം, ചുമ്മാ സൈലൻസ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ സാക്ഷിയായി കണ്ടു. ഇൻവോൾവ് ചെയ്യാതിരിക്കുന്ന ഒരു സംഭവം, അതിന് ഇൻവോൾവ് ചെയ്യാനേ പറ്റത്തില്ല. സാക്ഷിയായിട്ട് നശിക്കുകയുമില്ല. നശിക്കാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ നശിക്കും. അവിടെ ഒന്നുമില്ല, പക്ഷെ അത് നശിക്കില്ല. അപ്പം അതുകൊണ്ടാണ് അവർ പറഞ്ഞ അതിനെ ഈ അതേമാതിരി പിന്നെ പിന്നെ വന്ന ആളുകൾ ഇത് പറയുക. അവർ പറഞ്ഞ അത് ഒന്നാണ്, രണ്ടില്ലല്ലോ, അപ്പം ഏകം. പിന്നെ അത് ഒരിക്കലും പോകില്ലല്ലോ, നിത്യം. അതിലെന്തെങ്കിലും അഴുക്കോ ഒന്നുമില്ലല്ലോ, വിമലം. അത് മൂവ് ചെയ്യാത്തതുകൊണ്ട് അചലം. അതെന്ത് ചെയ്യുന്നു? സർവധീ സാക്ഷിഭൂതം. അതെപ്പോഴും ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നു, സാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഭാവാതീതം, അതിന് ഭാവമില്ല, ഗുണമില്ല, മണമില്ല. ത്രിഗുണരഹിതം. ഈ ഗുണം നമ്മൾ പറഞ്ഞ 3 ഗുണവും അതിലില്ല, അതൊന്നുമില്ല. ത്രിഗുണരഹിതം. അതാണ് ആ പ്രിൻസിപ്പിൾ, ബേസ് എന്ന് പറയുന്നത്. അത് ഈ പറയുമ്പോഴേ തെറ്റും. എന്നുവെച്ചാൽ പറയാൻ നമ്മൾ ഈ വാക്കിട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അതല്ല നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് അവാച്യം, പറയാൻ പറ്റാത്തത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്, സർവത്തിൽ നിറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഇല്ലാത്തത്, ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്നത്, ഉള്ളെന്നും ഇല്ല എന്നും പറയാവുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആചാര്യന്മാരെ എഴുതി വെച്ചിരിക്കുന്നത്. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി, ഇങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി പറ്റും. അങ്ങനെയാണ് ഈ ബ്രഹ്മത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ. ഏകം നിത്യം വിമലമചലം സർവഥാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം തത്വം. എന്നുവെച്ചാൽ അത് നീയാണ്. അതാണ് ഇതിനല്ലേ ഈ ജോലിയെല്ലാം ചെയ്തത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം തീരും. അപ്പം അതുകൊണ്ട് നീ തന്നെയാണ്, അതാണ് നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു സമാധാനമായി, കൊള്ളാമല്ല. ഒരു സ്ഥലത്തെത്തി, എത്തിയെന്ന് പറഞ്ഞ് വിചാരിച്ച് പിന്നെ അവിടെ വിടാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് മറ്റൊരിൽ നിന്നുണ്ടായതാണെന്ന് ചില ആശാന്മാർ തെറ്റിദ്ധരിച്ച് പറഞ്ഞു. അപ്പോൾ അതിനൊരു കറക്ഷൻ ഉണ്ട്. അതിൽ നിന്നൊന്നും ഉണ്ടാവില്ല, അതൊന്നിനെ ഉണ്ടാക്കുന്നില്ല, ഒന്നിനെ ഇല്ലാതാക്കുന്നില്ല. ഇതൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്നും ഉണ്ടാകുകയില്ല, ഒന്നും ഇല്ലാതാക്കുന്നില്ല. ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതാകുന്നില്ല, ഉണ്ടാകുന്നില്ല. ടൈം അതിനകത്തില്ല, സ്പേസ് ഇല്ല, അതിനകത്ത് കാശില്ല, അതിനകത്ത് ഇഫക്റ്റ് ഇല്ല, ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞ ഒരു ഉണ്മ. അതിങ്ങനെ ഉണ്മയാവും. ഒന്നുമേ ഇല്ലാത്തതിൻ്റെ ഉണ്മ എന്ന് പറയാൻ പറ്റും. എന്നാലും അങ്ങനെ പറയാം, ഇങ്ങനെയാണ് പറയണ്ടേ. പോയി പരിപാടി നമുക്കിപ്പോൾ ടോട്ടൽ മൈൻഡ് തൊട്ടേ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് അത് വെച്ച് പഠിച്ച് ഈ മൈൻഡ് പഠിക്കുന്ന കാര്യത്തിലാണ് ഇതൊക്കെ ആപ്ലിക്കബിൾ.
മറ്റേൻ്റെ പഠിക്കാൻ നോക്കില്ല എന്ന് അവർ പറയും. വാചാമ ഗോചരം, അദൃശ്യം, അവാച്യം, അവർണ്ണനീയം എന്നൊക്കെയല്ലേ പറയും. അത് കറക്റ്റ് തന്നെ. അത് ഈ വാക്കുകൊണ്ട് ഇപ്പം നമുക്ക് അവർണ്ണനീയം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലായോ? നമുക്ക് എന്തോ മനസ്സിലായെന്ന് തോന്നിച്ചത്. നമുക്കൊരു വഴി മനസ്സിലാവും. വാചാമ ഗോചരം എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാം സാറേ, ഭയങ്കര സംഭവം തന്നെ എന്നൊക്കെ തോന്നിക്കും. പക്ഷെ നമുക്ക് വല്ലതും മനസ്സിലായോ? പക്ഷേ നമുക്ക് മനസ്സിലായതെന്ന് തോന്നും. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആശം പറഞ്ഞൊന്നും മനസ്സിലായില്ല. ഏകം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. നമ്മൾ ഏകമായിട്ട് ഒന്നുമേ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മൈൻഡിന് ഏകം എന്ന് പറഞ്ഞൊരു സങ്കല്പമേ ഇല്ല. ദുടുവാലിട്ടി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി പറയണം ഏകം. അപ്പോൾ അങ്ങനെ സാറല്ലേ പറഞ്ഞത് ആകാമായിരിക്കാം എന്നെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഏകം. പിന്നെ നിത്യമായി ഒന്നും മൈൻഡ് നിത്യമല്ലാത്തത് കൊണ്ട് ഈ മൈൻഡിന് അറിയാൻ ഒക്കില്ല. മൈൻഡ് നിത്യമാണെങ്കിൽ നിത്യത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റും. ഇത് അനിത്യമായ കാര്യം എന്നുവെച്ചാൽ ഇത് ചിലപ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു നാട്ട് വരാത്ത സമയത്ത് ആ മൈൻഡിൻ്റെ ആ ഫങ്ഷൻ ഇല്ല. കിടന്നുറങ്ങുമ്പോൾ അത്തരം ഫങ്ഷൻസ് ഒന്നുമേ ഇല്ല. അപ്പോൾ ഉണരുമ്പോൾ ഉള്ളത് കൊണ്ട് ഇപ്പം എപ്പോഴും കാണുമെന്ന് വിചാരിക്കുക, ചാവുന്നവരെ ഇപ്പം കാണുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ടെമ്പററി നേച്ചറുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ട്രാൻഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ട്രാൻഷ്യൻ്റ് പ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ, ഈ പ്രകൃതി ട്രാൻഷ്യൻ്റ് ആണ്. എന്നാൽ ഇത് ഉണ്ടാക്കിയ ആൾ പറയുന്നത് അങ്ങനെയല്ല. കപില മഹർഷി പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ആദ്യമേ ഉണ്ട്, അത് ആദ്യമേ ഉണ്ട്. അതെന്താണ്? ഒന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ബ്രഹ്മം. ഇങ്ങനെ ചിന്മയെന്ന സാധനം പറയും ബ്രഹ്മം എന്നൊക്കെ പറയും. നമ്മളങ്ങ് കാണും ബ്രഹ്മം ഒരു സംഭവം. ആ, അത് മനസ്സിലായി. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഒന്നുകൂടെ. അതെന്താണ്? ഈ പറഞ്ഞ സാധനം, ഈ നേച്ചർ, പ്രകൃതി. അപ്പോൾ പ്രകൃതിയും പുരുഷൻ, മറ്റേ പുരുഷൻ, ഇതിന് പ്രകൃതി എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. കപില മഹർഷിയുടെ ഇതിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈ പ്രകൃതി പുരുഷനിൽ ലയിക്കാൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കുറച്ച് വെള്ളം തരൂ. ഇവിടെ ഇതിനകത്ത് കാണോ? പ്രകൃതി പുരുഷനിൽ ലയിക്കാൻ പറ്റൂല. പ്രകൃതിയിൽ ലയിക്കും. അപ്പൊ അങ്ങനെ ലയിക്കണമെങ്കിൽ പ്രകൃതി തന്നെ രണ്ട് സംഭവമുണ്ട്. പ്രകൃതിയാണല്ലോ ഈ മാനിഫെസ്റ്റ് സംഭവം. അപ്പം അത് പ്രകൃതിയിൽ ലയിക്കാൻ പോകും. അപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെ ലയിക്കാൻ പറ്റുന്നൊരു സോഴ്സ് കിടപ്പുണ്ട്. ഇങ്ങനെ പറയുമ്പോഴേ പ്രകൃതിയിൽ ലയിക്കണമെങ്കിൽ ഈ കാണുന്ന മാനിഫെസ്റ്റഡ് പ്രകൃതി അതിൻ്റെ ഏതോ ഒരു റൂട്ട് പ്രകൃതിയിൽ പോയി ലയിക്കാൻ പറ്റും എന്നവർ കാണുക. ഈ പറയണതിനെല്ലാം അവർ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ബാധ്യത വന്ന് ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയാണല്ലോ ഈ ഫിലോസഫി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ പറയണ്ടേ, അതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താണ് മൂലപ്രകൃതി എന്ന് പറയും. ഈ മറ്റേ സോഴ്സ് എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി, അപ്പോൾ റൂട്ട് പ്രകൃതി. ആ റൂട്ട് പ്രകൃതി എന്താണെന്നാണ് ആ നോട്ടത്തെയാണ് സത്വരജതമോ ഗുണങ്ങൾ റൂട്ട് പ്രകൃതിയാണ്, ബേസാണ്. പിന്നെ അതിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഉണ്ടായത് സ്പേസ്. അതിൽ നിന്ന് എക്സ്പാൻഷൻ ആൻഡ് മൂവ്മെൻറ്റ്, എയറിൽ നിന്ന് ഈ മൂവ്മെൻറ്റിൻ്റെ ഫലമായ വൈബ്രേഷനും ഹീറ്റ്, ഫയർ. അതിൻ്റെ ഫലമായി എന്തോ അവിടെ ഉണ്ടായി. അവിടെ കുറച്ച് മിസ്സിങ് ലിങ്ക് ഉണ്ട്. എന്തോ ഉണ്ടായി അവിടെ. ആ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ അന്യോന്യം ഒന്നിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. രണ്ട് കാര്യങ്ങൾ കിടക്കുമ്പോൾ ഇത് തമ്മിലൊരു പോസിബിലിറ്റി അത് പ്രകൃതി കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഏത് കാര്യം നോക്കിയാലും ഒന്നിക്കാനുള്ള പ്രവണത ഉണ്ട്. മരത്തിൽ നിൽക്കുന്ന സാധനം ഇങ്ങനെ ഭൂമിയിലേക്ക് വീണ് ഭൂമിയിൽ നിന്നാണ് പോയിരിക്കുന്നത്, എന്നിട്ട് ഭൂമിയിൽ തിരിച്ചൊന്ന് വീഴും. അത് എല്ലാത്തിലും ഉണ്ട്. മഴ ആകാശത്ത് ഭൂമിയിൽ നിന്ന് ആകാശത്ത് പോയി അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് വീഴും. എല്ലാം പോകുന്ന ഒരു സ്ഥലത്തോട്ടൊന്ന് ഒന്നിക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് അവിടെ നിൽക്കുകയും പിന്നെ അതിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന ഈ പറഞ്ഞ ഈതർ, എയർ, ഫയർ, പിന്നെ ആ എന്തോ സാധനങ്ങൾ
തമ്മിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പം വന്ന ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റ്, അതിനെ വാട്ടർ എന്ന് പറയും. വാട്ടറല്ല, ആ ഫ്ലൂയിഡിറ്റിയെ പറയാം. അതിൽ നിന്ന് ഒരു ഖരമായ സ്റ്റേറ്റ് ഉണ്ടായി, സോളിഡിറ്റി. അതിനെ പൃഥ്വി എന്നും. നമ്മുടെ ഈ ഭൂമിയൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നല്ല ഇതല്ല അവർ പറയുന്നത്. അന്ന് ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ ഇതുമായിട്ട് വെച്ചല്ലേ പിടിക്കും. പക്ഷേ ഇത് വെച്ചിട്ടാണ് പിടിക്കുന്നത്. അതവിടെ തെറ്റി. നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ നിന്നിട്ട് അങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ തെറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ല നമ്മൾ മനസ്സിലാക്കും. ഇഷ്ടം പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല. തലത്തിൽ നിന്ന് പറയുന്നില്ലേ. ആ എന്നാലും മനസ്സിലായെന്ന് തോന്നുമ്പോൾ ഒരു സുഖമല്ലേ. അങ്ങ് മനസ്സിലായി എന്നങ്ങ് എടുക്കുക. അല്ലാതെ എൻ്റെ പിടിക്കാൻ പറ്റത്തില്ല ഈ സാധനം വെച്ചിട്ട്. നമ്മൾ ഈ മൈൻഡ് വെച്ച് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനെ കൊടുത്ത് അടുത്ത് കൊണ്ടുവന്ന് കൊള്ളിച്ചൊക്കെ വെച്ചിട്ട് ബാക്കി നീ നോക്കിക്കോ ഞാൻ പോട്ടോന്ന് പറഞ്ഞ് പോകുന്ന പോലെ പോകാനേ പറ്റും. അറിയാം, പിടിക്കാൻ പറ്റില്ല. ഇവരുടെ ശാസ്ത്രത്തിൽ ഗുണമെന്ന് വെച്ചാൽ ഇവരതൊന്നും വിശ്വസിക്കത്തില്ല. ഇവർ വിശ്വസിക്കാൻ അവിടെ വല്ലതും കാണുന്നുണ്ടോ, അവിടെ ഉണ്ടെങ്കിൽ അതുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഫെഗിൻ്റെ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഈ എലമെൻ്റ് ഉണ്ടായതും ഇതൊക്കെ ഇങ്ങനെയാണ് ഇവരുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മൾ ഈ വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നതെല്ലാം പറഞ്ഞ് അങ്ങനെ അതിന് ഞാൻ ഒരു ഇൻ്റർപ്രിട്ടേഷനും കൂടെ പറഞ്ഞു. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് മറ്റേ ബ്രഹ്മം, ആ പേര്, അതിന് പേരും രൂപമൊന്നുമില്ലെങ്കിൽ നമ്മൾ പേരിട്ടിരിക്കുന്നു. പേരുകൊണ്ട് വിളിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതല്ല എങ്കിലും അങ്ങനെ ഒരു പേര് കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിനകത്ത് അവയർനെസ് എന്ന് പറഞ്ഞൊരു കാര്യം അതിൽ തന്നെ ഉണ്ട്. ഇതാണ് ഞാൻ ഫില്ല് ചെയ്ത ഒരു ഗ്യാപ്പ്. ചുമ്മാ പറയാൻ വേണ്ടിയാണ്, അല്ല ഇത് സത്യമൊന്നുമല്ല. ഇതിനെ ഫില്ല് ചെയ്ത് എവിടെയെങ്കിലും മിസ്സിങ് ലിങ്ക് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു മിസ്സിങ് ലിങ്ക് ഞാൻ കണ്ടത് ഇതാണ്. ഈ മറ്റേ സാധനം അങ്ങനെ കിടപ്പുണ്ട്, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ ഈ സാധനം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കുമ്പോൾ മൂലപ്രകൃതി എന്ന് പറയുന്നത് ഉണ്ടായത് ഈ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു പ്രതലമാണ്. എന്തോ ഒരു സംഭവം, ഒരു വേർഡ് വെച്ചിട്ടുള്ള പ്ലേയാണ്. അങ്ങനെ എന്തെങ്കിലും അതായിരിക്കാം ഈ പ്രകൃതിയുടെ മൂലപ്രകൃതി എന്ന് പറയുന്നത്. അതിലുണ്ട് ഇത്. ഈ അവയർനെസ്സാണ് ഈ നോളജ് കിടക്കുന്നത് അവിടെയാണ്. ഈ എല്ലാത്തിനും റെക്കഗ്നൈസ് ചെയ്യുന്ന അവിടെ കിടക്കുന്നത്. റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാകുന്നൊരു സാധനം അതിനകത്തുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നടക്കുകയും ചെയ്യും നോക്കുന്ന ഇതുണ്ട്. നോക്കുന്നതിന് വേണ്ടി മൂവ് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത് കാണാം. അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായി കണ്ടൻസേഷൻ ഉണ്ടാകുകയും അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു അറ്റോമിക് സ്ഥലത്തേക്ക് എത്താം. അവിടെ നിന്ന് ഒരു മോളിക്കുലർ ഫോമിലെത്താം. അവിടെ നിന്ന് കോമ്പൗണ്ടിലേക്ക് മാറാം. അങ്ങനെ ഉണ്ടായി ഈ ദൃശ്യപ്രകൃതിയൊക്കെ ഉണ്ടാവാം അതിനകത്ത്. അപ്പോൾ അത് ഈ അവയർനെസ്സിൻ്റെ സ്ഥലത്തു നിന്ന് വന്നതാണെന്നും കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ചുമ്മാ വിറ്റ്നസ്സായിട്ട് നിർഗുണ പരബ്രഹ്മം എന്നാണ് പറയുന്നത്. ഒരു ഗുണമില്ല, മണമില്ല, ചുമ്മാ ഇരിക്കും, ഒന്നിലുമില്ല. ഈ മറ്റേ സ്ഥലം ചെന്ന് അതിനകത്ത് പ്രോസസ്സുണ്ട്. അറിയാനുള്ള ത്വരയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്നും ഇങ്ങനൊരു മിസ്സിങ് ലിങ്ക് അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ഇത് തന്നെ അന്വേഷിച്ച് നടക്കുന്നത് നമ്മുടെ അവയർനെസ് അറിയാൻ വേണ്ടി. അപ്പോൾ നോളജ് അറിയാൻ വേണ്ടി ഇതിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പം പുറത്ത് നോക്കിയാൽ കിട്ടില്ല എന്ന് അതിന് എപ്പോഴെങ്കിലും തോന്നിക്കാണും. അത് കുറേ കോടി വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് തോന്നിച്ചത്. നമ്മളീ പുറത്ത് നോക്കി ഇത് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നിച്ചു. അപ്പോൾ ഈ അവയർനെസ് എന്ത് ചെയ്യുന്ന അകത്തോട്ട് ചാടി നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. ചുമ്മാ സ്റ്റോറിയാണ്. പുറത്തോട്ട് ചാടി പിടിക്കാമെന്ന് പറഞ്ഞ് നോക്കി അവയർനെസ് അങ്ങനെ നോക്കിയിട്ട് പുറത്തൊന്നും മനസ്സിലായില്ല. എന്നാൽ പിന്നെ അറിയാതെ ഉള്ളിലോട്ട് ചാടി നോക്കാമെന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇയാളുടെ ഷേപ്പും പോയി, ഇയാളുടെ ഫോമും പോയി, എല്ലാം പോയി, ഇയാൾ ശൂന്യമാണെന്ന് പറയും. ഇത് വന്നത് പിൽക്കാലത്താണ് ഈ ഫിലോസഫി വന്നത്. സാഖ്യ സമയത്ത് ഇത് വന്നില്ല. സാഖ്യ സമയത്ത് വന്നത് പ്രകൃതി അതിൻ്റെ റൂട്ടിലേക്ക് പോയി മൂലപ്രകൃതിയായിരിക്കും. പുരുഷൻ സെപ്പറേറ്റാണ്, ഇതിൽ ബന്ധമില്ല. ഇങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്തു. ആയുർവേദത്തിൻ്റെ ഒക്കെ ബേസ് അതിൽ കിടക്കുക. നമ്മുടെ ഇന്ത്യൻ ഒരുപാട് തിങ്കിങ്ങിൻ്റെയും എല്ലാം ബേസ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതൊന്നും നടന്നില്ല. അങ്ങനെ അപ്പോൾ പിന്നെ വന്ന ആശാന്മാർ നോക്കുകയാണ്. അതിന് തൊട്ടടുത്ത് പിന്നെയും വരുന്നുണ്ട്, ചിന്തകന്മാർ വരികയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പതഞ്ജലിയുടെ മുമ്പേ ഉള്ള ചില മാസ്റ്റർമാരൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്ക് തോന്നിച്ചു ഇതിങ്ങനെ രണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് തോന്നിച്ചു. എന്നാൽ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. അങ്ങനെ നോക്കിയ ആളുകളാണ് ഈ യോഗം എന്ന ഐഡിയ അവിടെ കൊണ്ടുവന്നത്. യോഗ മീൻസ് യൂണിയൻ. അതിനു മുമ്പ് യൂണിയൻ എങ്ങനെ ഈ വിഘടിച്ചിരിക്കുന്ന പ്രകൃതി അതിൻ്റെ റൂട്ടിൽ പോയിരിക്കുമെന്നാണ് യൂണിയൻ. ഇപ്പോൾ നോക്കിയത് ഈ രണ്ട് പ്രിൻസിപ്പിളും തമ്മിൽ യുണൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി.
മനസ്സിലായില്ലേ? ഈ ബ്രഹ്മവും ഈ അതെ സാധനം ഒരു എന്ന് പറഞ്ഞ് നോക്കി, അതാണ് ഈ പറഞ്ഞ യോഗത്തിൻ്റെ വഴിയിലേക്ക് വന്നപ്പോൾ ഒരു വലിയ ലീപ്പെടുത്ത് വന്ന വഴിയാണ്. അതുവരെ ഉള്ളത് ഇന്ന് ഭയങ്കര മാറിയിട്ട് പിടിക്കുക. അപ്പോൾ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പതഞ്ജലിയുടെ യോഗസൂത്രം അങ്ങനെ വരും. അതെല്ലാം വന്ന് ഇങ്ങനെ കുറേ അത് കഴിഞ്ഞിട്ട് വലിയതായിട്ടൊന്നും വന്നില്ല. സ്റ്റക്കായി, മുന്നോട്ട് പോകാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റക്കായി. ആ സ്റ്റക്കായി ഇരുന്ന കാലത്താണ് പിന്നെ ഒരാൾ വന്നത്. അങ്ങനെ കേരളത്തിലുള്ളതല്ലേ, നല്ല ബുദ്ധിയാണ്. അയാൾ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അയ്യോ അയാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. വലിയ ആളാണ്, മഹാപണ്ഡിതനാണ്, വലിയ അവസ്ഥയുള്ള ആളാണ്, വലിയ ആചാര്യസ്വാമികൾ എന്നാണ് നമുക്ക് പറയാം. അപ്പം ശങ്കരാചാര്യ സ്വാമികൾ നോക്കിയപ്പോഴത്തേക്ക് ഇവന്മാർ ചുമ്മാ കിടന്ന് സെഞ്ചുറീസ് വാചം അടിച്ചിരിക്കുക ഈ ശാസ്ത്രത്തിനെ കുറിച്ച്. അങ്ങനെ ഒന്നുമേ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പറ്റില്ല, രണ്ടെന്ന് പറഞ്ഞത് ഇല്ല, ഒന്നേ ഉള്ളൂ, രണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞു. അതാണ് മായാവാദം. മായാവാദം എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം അതിനെ ഇങ്ങനെ അങ്ങ് ക്ലിയർ ചെയ്തിട്ടു. അതിനുശേഷം പിന്നെയും വന്നു ബ്രഹ്മവും ഉണ്ട്, ഈ മാനിഫെസ്റ്റഡ് വേൾഡും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞൊരു വാദമാണ്. അതാണ് രാമാനുജൻ്റെ. പിന്നീടും ഇത് കഴിഞ്ഞു വന്നു, കുറേ സെഞ്ചുറികൾ കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഇത്ര അവിടെ എത്തി നമ്മൾ നിൽക്കുക. അവിടെ അതിന് കഴിഞ്ഞ് നമുക്ക് ഫർദറായിട്ടൊന്നും ബാക്കി ഇവരൊക്കെ പറയാം. കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഈ പാർട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങിട്ട് തന്നാൽ നമ്മൾ അതേപടി സ്വീകരിക്കും. നമുക്ക് പിടിഭാഷയേ ഇല്ല. നാളെ എന്താ കാര്യം ഇതേ പിടിച്ചോ കാലത്തും. അപ്പോൾ ഈ ടോട്ടൽ മൈൻഡിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഇല്ല അത് അറിയുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ റൂട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ മൈൻഡ് വെച്ചിട്ട് ആ റൂട്ട് അറിയാം. ഇപ്പം ഗുരുജി തന്നെ പറയുന്നത്, ഇപ്പം നമ്മളിപ്പം രണ്ട് ചിന്തയുടെ ഇടയ്ക്കുള്ള സ്പേസിൽ കാണുമ്പോൾ അതിലല്ലേ കണക്റ്റ് ആവുന്നത്. അപ്പം നോക്കുന്നവന് ഇൻവോൾവ് അല്ല. ഇവിടുത്തെ നമ്മൾ രണ്ടുപേരും കൂടെ അടികൂടിക്കൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനകത്തൊരു ചലനമൊന്നും ഇല്ലെങ്കിൽ അവൻ കണ്ട ചുമ്മാ അങ്ങനെ നിൽക്കും. നമ്മൾ അടികൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ ഇൻവോൾവ് ചെയ്യാതെ ചുമ്മാ ഇരിക്കുകയാണ്. ആ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്ന ആളാണ് സാക്ഷി. അവനെയാണ് കോടതി വിളിച്ച് ചോദിക്കുന്നത്. ഇവൻ ഇതിൽ പാർട്ടി ആയാൽ ഇവനെ വിളിച്ച് ചോദിക്കുന്നില്ല, ഇവനെ കക്ഷിയാകും അല്ലേ? നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ അവനെങ്കിൽ വിളിക്കും, സാക്ഷിയെ പട്ടികയിൽപ്പെടുത്തും, പറ കാര്യം നീ കണ്ട എന്താണ്. ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ കക്ഷിയാണ്, കേസിലെ കക്ഷിയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ ഇൻവോൾവ് ചെയ്യാതെ നിൽക്കുന്നവനാണ് സാക്ഷി. മായയിൽ പെട്ടു. അത് സാക്ഷിയല്ല, കക്ഷിയായിപ്പോയി. അവൻ കക്ഷിയാണ്. അവന് മറ്റേനും പറയാനുള്ള അവകാശമില്ല, അവൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് കൊലപാതകം ചെയ്താൽ അവനെ വിളിച്ചിട്ട് ഇതെങ്ങനെയായിരുന്നു സംഭവം വെച്ചാൽ അവൻ അനുകൂലമായിട്ട് കാര്യം പറയും. അല്ലാതെ വേറെ ഒന്നും പറയാം, അവന് സേഫ് ഗാർഡ് ചെയ്തിട്ടല്ലേ പറയാൻ പറ്റും. അപ്പോൾ ആ സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞല്ലോ, ആ സാധനം അവിടെ കിടപ്പുണ്ട്. അതും ഈ പറഞ്ഞ മാനിഫെസ്റ്റഡ് എക്സിസ്റ്റൻസും തമ്മിൽ എങ്ങനെ സിങ്ക് ആവുമെന്നാണ് ഒരു നോക്കി. അതൊന്ന് അതിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് ഇവർക്കൊന്ന് നോക്കണം. നോക്കുമ്പം പറഞ്ഞാൽ അതിതാണ്. അത് യോഗം വന്നപ്പം ചെയ്ത ഒരു ലീപ്പാണ്. അടുത്ത തിങ്കിങ്ങിൻ്റെ ഒരു ലീപ്പ്, ഒരു വഴി അവർ തോന്നുന്നുണ്ട്. അത് കുറേ കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യ സ്വാമിയുടെ സമയം മലയാളം ഞാനൊന്നുമില്ല, ഇത് ചുമ്മാ പറഞ്ഞ് തോന്നലും വെച്ചുകൊണ്ട് ഇല്ല അത് ഒന്നും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തോടുകൂടി ആളൊക്കെ നിൽക്കാൻ വയ്യാതായിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പ്. ഇങ്ങനെല്ലാം പൊളിച്ചങ്ങിട്ട് പോയിട്ട് ഈ ആർഗ്യമൊക്കെ ചെയ്ത് തോറ്റാനൊക്കെ പോയി തൂങ്ങി ചെയ്ത തീ കൂട്ടി അതിനകത്ത് ചാടിച്ചാവുകയൊക്കെ ചെയ്തു. അത് നിൽക്കാൻ വയ്യാതായിപ്പോൾ അവരെന്താണ് അപ്പോൾ അവരുടെ നോളജേ ശരിയല്ലേ, ഇവൻ ചാവാൻ നിൽക്കുന്നവനാണ്, എന്തെങ്കിലും ആക്ഷേപം വന്ന ചത്ത് കളയുന്നവനാണ്. അങ്ങനെയുള്ളവർ ഈ നോളജിനെ കുറിച്ച് പറയാൻ അവകാശമൊന്നുമില്ല, മനസ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ വന്നാണ് ഇതാണ് മൂലപ്രകൃതി എന്ന് പറഞ്ഞ ഐഡിയ വന്നത്. ആ മൂലപ്രകൃതിയും അതായത് സത്വരജത മോഹഗുണങ്ങളും അതിൽ നിന്ന് ഒരു പ്രത്യേക കോമ്പിനേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതിനകത്ത് എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റായി പ്രകൃതി പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം പറഞ്ഞോ? അങ്ങനെ ഒരു കോമ്പിനേഷൻ. അതിനെ പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ പ്രോസസ്സായിട്ടാണ് പറയുന്നത്. ആ ബേസിസിലാണ് ആയുർവേദമൊക്കെ ഉണ്ടാക്കിയത്. ആയുർവേദത്തിൻ്റെ ബേസാണ് ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം, പഞ്ചീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു.
അപ്പോൾ നമ്മുടെ ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെടുക്കും, ഇപ്പോൾ അതിനുശേഷം ആദ്യം പറഞ്ഞ കപില മഹർഷിയുടെ സമയത്താണ് ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ വളരെ എളുപ്പമായി. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് എടുക്കാം, വേറെ ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആൾ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി. ഇത് രണ്ടിനും കൂടെ വെച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും പിടിക്കണം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾ പറഞ്ഞ് ഇങ്ങനെ ഒന്നുമേ ഇല്ല, ഇതെല്ലാം നിൻ്റെ തോന്നലാണ്, വിട്ടതാണ്. ഈ തോന്നലങ്ങ് വിട്ട് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാവും. അപ്പോൾ അങ്ങനെ കൂടെ ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിട്ടേ പിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞാൽ അതുകൊണ്ട് ഇതുകൊണ്ടെന്ന്. അപ്പോൾ നമ്മൾ വെട്ടിലായി ഏത് കയറി പിടിക്കണം. അപ്പോൾ പിന്നെ തനിച്ച് പിടിക്കാനേ പറ്റും. അങ്ങനെയാണ് ഈ അടുത്ത ആചാര്യസ്വാമി ഇത് പറയുന്നത്. ഉള്ളിലേക്ക് ഉള്ളിലെ അത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? കുറേ നോട്ടൊക്കെ വരുന്നു, കുറേ ഇമോഷൻസ് വരുന്നു, അങ്ങനെ പല പല വെള്ളത്തിൽ പലതും നടക്കുന്നതായിട്ട് കാണാം. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എല്ലാം കാണാം. വേറെ ആരും നോക്കി തരത്തില്ല, അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ തോട്ടുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ തോട്ടിനെ ആയി ബന്ധപ്പെട്ട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ അതെന്തിനാ അങ്ങനെ വരുന്നത് നോക്കുമ്പോൾ അത് എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഒരു പ്രത്യേകത. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കും, എടുത്ത് കളയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നോക്കുന്നത്, ചിലപ്പോൾ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നോക്കുന്നത്. എന്തായാലും നോക്കും, അവിടെ കിടന്ന് കളിക്കും, കുറച്ച് അവിടെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വേണമെങ്കിൽ ഇറങ്ങി കുറച്ച് ദിവസം ഇരിക്കാം. ഇതൊക്കെ ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ്, സ്വയം നോക്കിയാലേ പറ്റുള്ളൂ. ഈ ആചാര്യന്മാരെല്ലാം ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. നമുക്ക് വലുതായിട്ട് അവർ പറഞ്ഞാണോ നമ്മൾ മനസ്സിലാക്കിയെന്ന് പോലും നമുക്കറിയാൻ പറ്റും. അപ്പോൾ പിന്നെ സ്വയം നോക്കാം എന്ന് പറഞ്ഞ് നോക്കുക. അപ്പോൾ സ്വയം നോക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നോക്കുന്നത് ആരും കാഴ്ചക്കാരനും കാഴ്ചയും നോക്കുന്നത്. ഞാനാണ് നോക്കുന്നത്. ഞാനാണ് നോക്കുന്നത്. എന്തിനാണ് നോക്കുന്നത്? അത് ഈ കാണുന്നതിനെല്ലാം നോക്കുന്നത്. അങ്ങ് നോക്കുക, കാണുക, കാണുന്നത് എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പ്രോസസ്സ്. ഇങ്ങനെ 3 ഘട്ടങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. അപ്പം എന്താണ് നോക്കിക്കൊണ്ടിരുന്ന് നോക്കാം കുറച്ച് നേരം കൂടെ. അങ്ങനെ നോക്കിക്കൊണ്ട് കുറേ നേരം കൂടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മളെ അങ്ങ് മറന്നുപോയി. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ മറന്നിട്ടില്ല ബാക്കി കാര്യം ചെയ്യും. പിന്നെ അല്ലേ ഓർമ്മിക്കുന്നത് മൂത്രം ഒഴിക്കാൻ പോകണം. കുറേ നേരം കഴിഞ്ഞ് നല്ല പ്രഷർ വരുമ്പോഴല്ലേ ഓർക്കുന്നത്. അത് നമ്മൾ ഓർത്തിട്ടേ ഇല്ല ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അതിനകത്തോട്ട് അങ്ങ് ആകുമ്പം നമ്മളെ മറന്നങ്ങ് പോകും. നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കാത്തൊരവസ്ഥയിലേക്ക് വരും. അത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതെ, വല്ല ഈ ചോദ്യം വന്നിരുന്നാൽ പോലും അറിയില്ല, അപ്പോൾ അതില്ലാതെ. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ആൾ ഇപ്പം ആ നോക്കുന്ന വസ്തുവായിട്ടിരിക്കുക. ഹൈപ്പോത്തറ്റിക്കലി അങ്ങനെയല്ലേ പറ്റും. നമ്മളവിടെ ഇല്ല, നമ്മളെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലെങ്കിൽ നമ്മളില്ല, ശ്രദ്ധ മാത്രമുണ്ട്. നമ്മൾ നോക്കുന്ന കാര്യത്തിലായിരിക്കും. കാണപ്പെടുന്നതും കാഴ്ചയും കാണുന്നതും എല്ലാം ഒന്നായി എല്ലാം. അപ്പോഴാണ് നമ്മളെന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി. ഈ സെപ്പറേറ്റ് എൻറ്റിറ്റിക്ക് ഒരുപാട് വിഷമമുണ്ട്. ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, പിന്നെ നമ്മുടെ ആങ്കർ, നമ്മുടെ കോമ്പറ്റീഷൻ, നമ്മുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അലട്ടിക്കൊണ്ടിരുന്ന. പക്ഷേ ഇപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുമ്പോൾ അതെല്ലാം തൽക്കാലം മറന്നിരിക്കുക. അപ്പോൾ ഒരു റിലീഫുണ്ട്. അതില്ലാത്തത് കൊണ്ട് നമുക്ക് അത് ഭയങ്കര റിലീഫാണ്. ഒന്നുമില്ലാതെ അങ്ങ് ഇരിക്കുക, അയ്യോ ഒരു ഭയങ്കര സുഖം എന്ന് തോന്നിക്കും. അങ്ങനെ ഒരു എക്സ്റ്റസി വരിക, ആനന്ദാനുഭൂതി എന്നൊക്കെ പറയുമ്പോൾ. എന്നുവെച്ചാൽ നേരത്തെ ബർഡൻ എടുത്ത് ഇറക്കി വെച്ചതിൻ്റെ ഒരു സുഖം മാത്രമാണ് ഇതിനകത്തുള്ളത്. അതിനുവേണ്ടി ഈ നോട്ടത്തിനെ ഒരു ടൂളാക്കിയെടുത്തു. ഈ നോട്ടമാണ് ടൂളാക്കി വെച്ചത്. എന്നുവെച്ചാൽ നോക്കിയപ്പോഴത്തേക്കും ബാക്കിയെല്ലാം മറന്നുപോയി, കാരണം ഇല്ല ഇരിക്കുകയല്ലേ. അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് മാത്രമായി. അത് മാത്രമായപ്പോൾ നമ്മളില്ലാത്തത് കൊണ്ട് അതൊരു അനുഭൂതിയായിട്ട് വരും. നമ്മളിലങ്ങ് നിറയുന്ന, അത് നമ്മളിലങ്ങ് നിറഞ്ഞ പോലെ അങ്ങ് തോന്നിക്കുക. അങ്ങനെ നിറഞ്ഞാൽ അതിനകത്തുള്ള ക്വാളിറ്റിയോ അതിനകത്തുള്ള പ്രശ്നങ്ങളോ എല്ലാം നമ്മുടെ പ്രശ്നമാവുമല്ലോ. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. നമ്മളതായി മാറും, അല്ലെങ്കിൽ അത് നമ്മളായിരിക്കും. ആ കണ്ടീഷനാണ് യോഗം എന്ന് പറയുന്നത്. അത് ഏതുമായിട്ടും ആവാം, എന്തുമായിട്ടും ആവാൻ ഈ ഫാക്കൽറ്റി ആ ഫാക്കൽറ്റി ഇതിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ യോഗം. മിസ്റ്റീരിയസ് ആയ കാര്യമൊന്നുമില്ല, ഈ പോസിബിലിറ്റി അതിൽ കിടപ്പുണ്ട്. അതുകൊണ്ടല്ലേ സ്വപ്നം കാണുമ്പോൾ പടച്ചടിച്ച് ഭയങ്കരമായിട്ട് കാലം കൈയൊക്കെ ഇട്ട് അടിച്ച് അലറിയൊക്കെ വിളിച്ച് പ്രവർത്തനം. ആ കട്ടിലിനെ അറിഞ്ഞിടോ, ബാക്കിയുള്ളതെന്ന് അറിഞ്ഞിടോ, ഉറക്കത്തിലാണെങ്കിൽ സ്വപ്നമുണ്ട്, വിഷനുണ്ട്. ആ വിഷൻ ആയിട്ട് റിയലായിട്ട് അങ്ങ് മാറിയില്ല. അപ്പോൾ അതുപോലെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നതാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ അൺറിയലായിട്ട് സാധനത്തിൽ കിടന്നാണെങ്കിൽ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് പുറകോട്ടാക്കി നമ്മൾ ചത്തു പോയി എൻ്റെ ജീവിതം തല ഇപ്പം അന്ന് തട്ടിയില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഇതൊരു സ്വപ്നമായിട്ട് തന്നെ. അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷേ ഈ പോസിബിലിറ്റിയാണ് അത് കിടപ്പുണ്ട് നോക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ചുമ്മാ ഒന്നുമില്ല, എന്നാൽ അതിനകത്ത് അനങ്ങി കൊണ്ടുവരിക്കുന്നു. അപ്പം നല്ല ഷാർപ്പായിട്ട് ഏത് നോക്കുമോ അതായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ ഒന്നുമില്ല എന്ന് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിലൊന്നുമില്ലാതായി. മനസ്സല്ലേ കാണുന്നു, മനസ്സങ്ങ് ശൂന്യമാണ്. അപ്പോൾ മനസ്സ് ശൂന്യമായ മനസ്സുണ്ടോ? ആ മനസ്സില്ല. മനസ്സില്ലെങ്കിൽ ബാക്കിയുള്ള ബ്രഹ്മം എന്നാ പിടിച്ച ഇത് തന്നെ ബ്രഹ്മം. ഇതിനകത്ത് ഒരു ഈ അഷ്ടോത്തര ഗീതയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് മറ്റേ അദ്ദേഹം രാജാവ് ചോദിക്കുമ്പം പറയുന്നുണ്ടല്ലോ, അപ്പം ഉണർന്നിരിക്കുമ്പോഴുണ്ടായ ഞാനാണോ അതോ ഉറക്കത്തെ സ്വപ്നത്തിലുള്ള ഞാനാണോ യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നു. അഷ്ടോത്തര ഗുരു പറയുന്നുണ്ട്, ഈ പിന്നെ നീ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും അല്ല ഏത് സമയത്തായാലും നിൻ്റെ ഉള്ളിലുള്ള ഒരു ബോധം എന്ന് പറയുന്നൊരു അംശമുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഈ കോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത് ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഏത് സമയത്തും ഏതാണോ റിയൽ ആയിട്ടുള്ളത് അത് മാത്രം, ബാക്കിയെല്ലാം ഇല്ലാത്തതാണ്. ക്രിയേറ്റ് സ്വപ്നത്തിലും യഥാർത്ഥത്തിൽ അത് നടക്കുന്നൊരു കാര്യമായിട്ട് തന്നെ സ്വപ്നത്തിൽ തോന്നുന്നത്, റിയലും ഏകദേശം ആ സ്വപ്നമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഈ സമയത്തെല്ലാം ഉള്ളിൽ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അത് തന്നെയാണ് ഞാൻ. അപ്പോൾ അതിനെയാണ് നോക്കുന്നവൻ ഉണ്ടല്ലോ, ഈ മൈൻഡല്ല നോക്കുന്നത്. മൈൻഡിന് ആ ഫാക്കൽറ്റി ഉണ്ട്. എന്നുവെച്ചാൽ മൈൻഡിന് കാണാനും നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, അല്ലേ? കാണുന്നവനെ നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ മൈൻഡിനാണെങ്കിൽ നമുക്ക് തന്നെ കാണാമല്ലോ, സങ്കല്പം അല്ലേ? അല്ല, മൈൻഡിൽ എന്തോ നടപ്പൊരു താട്ട് വന്നാൽ നമുക്ക് കാണാമല്ലോ. തോട്ട് ക്രിയേറ്റ് ചെയ്യാനും തോട്ടിനെ കാണാനും ഉള്ള കപ്പാസിറ്റി നമ്മുടെ മൈൻഡിന് ഉറപ്പാണ്. ഇത് രണ്ടും. അവിടെയാണ് ഒരു ചോദ്യം, ഇതാണോ ഞാനെന്ന്? ഇത് രണ്ടും മൈൻഡിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇതാണോ എന്ന് നോക്കാം. നോക്കുമ്പോൾ ഇത് ഒരു ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതാണോ ഞാൻ? അപ്പോൾ ഇത് ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണോ അതോ അതിൻ്റെ കൂടെ ഇളകി നിൽക്കുന്നവനാണോ? ആരാണ് ഈ ഞാൻ എന്ന് നോട്ടം വരുമല്ലോ. അപ്പോൾ ആരാണ് ഞാൻ നോക്കി അകത്തോട്ട് നോക്കി വരുമ്പോൾ അവിടെ ഒന്നും കാണില്ല. അങ്ങനെ കാണാനില്ലാതാകുമ്പോൾ നോട്ടക്കാരനുണ്ട്. ഒന്നും കാണാനില്ലെങ്കിൽ ആര് കാണുന്നു? കാണാനും ആരും. അപ്പം കാണുന്നുമില്ല, നോക്കുന്നുമില്ല, കാണാനിട്ട് ഒന്നുമില്ല. ഇത് തന്നെ ബ്രഹ്മം സാധിക്കും. ഇത് തന്നെയാണ് പറയാം. അതുകൊണ്ടാണ് അതൊന്നും പറയാൻ പറ്റും. ഇരിക്കണം നമുക്ക് നോക്കി ഈ റാഷണലായിട്ട് പറഞ്ഞത് ഒന്നുമേ അല്ല ബ്രഹ്മം. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നമുക്ക് പറയുമ്പോൾ മര്യാദകരിക്കാൻ ഇരുന്നാൽ മതി എന്ന് മനസ്സിലാവും. ആ എടുത്തു പോയ ബ്രഹ്മനിഷേധം, ആ തുറക്കാതിരുന്ന മുനി, ബ്രഹ്മം അറിഞ്ഞവൻ, ആ തുറക്കുമ്പോൾ വായാടി. ഇതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പട്ട് പിടിച്ച ഒരു പരിപാടിയാണ്. ഇങ്ങനെ നോക്കി പോകാൻ ഞാനായിട്ട് വേറെ കാര്യങ്ങൾ ചിന്തിക്കില്ലല്ലോ. അതെ, ജീവിതത്തിലെ പ്രശ്നം, അരി വാങ്ങിക്കണം, തേങ്ങ വാങ്ങിക്കണം, മറ്റേ ഉണ്ടാക്കണം, അതൊന്നുമില്ല. വിശക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും പോകുമ്പോൾ നോക്കും, പാവം വിശന്നിരിക്കുന്നത് കൊടുത്തിട്ട് പോകാം. ഇവൻ മര്യാദയ്ക്ക് ആർക്കും ശരിയല്ല, പോട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് പോവാം, അങ്ങനെയൊക്കെ തോന്നിക്കും. അപ്പോൾ പ്രകൃതി ഇങ്ങനെ നടന്നു പോകുമ്പോൾ തലയിൽ കൂടെ എന്തെങ്കിലും ആപ്പിളൊക്കെ വീഴും. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തോ ഒന്ന് വീഴുന്നു, തേങ്ങ വീഴാൻ ബാക്കിയാവും, എന്തോ ഒന്ന് വീഴുന്നു. അപ്പോൾ അത് കയ്യിൽ കിട്ടി. അപ്പോൾ അത് തിന്നാൻ പറ്റുമോ? ഇങ്ങനൊരു സംഭവമുണ്ടോ? നമ്മളിങ്ങനെ അപ്പോൾ വിശപ്പിനെ കുറിച്ച് അറിയാതിരിക്കുന്നു. പെട്ടെന്ന് വിശപ്പപ്പം മണിക്കൂറുകൾ കടന്നു. അങ്ങനെ ഇരിക്കും. വിശപ്പ് വരുമ്പോൾ ഈ സാമാന്യ വിശപ്പല്ല വരുന്നത്, അതിതീവ്രമായ വിശപ്പാണ് വരുന്നത്. ആ തീവ്രമായ വിശപ്പ് വരുമ്പോഴാണ് ഈ പ്രകൃതിയിലോട്ട് ഇങ്ങനെ നോക്കുന്നത്. വിശപ്പ് വന്നിട്ട് വേറെ ആരും തരില്ല, അതുകൊണ്ടാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പൊത്തോന്ന് പറഞ്ഞൊരു സാധനം വന്ന് വീഴും. അയ്യോ, ഈ വന്ന സാധനം നോക്കുമ്പോൾ ഒരു അന്തം ഇതൊക്കെ വന്നെന്ന് ആലോചിച്ചാൽ ഒരു പിടിയിൽ അന്തം വിട്ട് ആ പാടെ ഒരു രക്ഷയില്ലാതായിട്ട് ഈ സാധനം കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക, തിന്നാൻ വയ്യ. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ഇതെങ്ങനെ വന്നെന്ന് അറിഞ്ഞൂടല്ലോ. ഇതിങ്ങനെ വന്നിരിക്കുക, എങ്ങനെയോ വന്ന് കാകോർത്തി കൊണ്ടുവന്നതല്ലായിരിക്കും, എങ്ങനെയോ വന്നു. അപ്പോൾ ആ കാണുന്ന സ്ഥാനത്തിന് അപ്പോഴാണ് ഇയാളുടെ ഉള്ളിലൊരു ഭൂതികളൊക്കെ ഉണ്ടാകുക.
ഭയങ്കരമായിട്ടുള്ള ഗ്രേസ് ഒക്കെയാണ് ഈ പ്രകൃതിയുടെ അടിസ്ഥാനം എന്നൊക്കെ അങ്ങ് തോന്നിക്കുകയാണ്. അങ്ങനെ ആ ഗ്രേസിൻ്റെ ഇതിനകത്തൊക്കെ പെട്ട് അതങ്ങ് പ്രേമമൊക്കെ വന്ന് കണ്ണീരും കയ്യുമൊക്കെ ആയി അവിടെ നിന്ന് അത് കഴിക്കാൻ മറന്നുപോകും. ഇങ്ങനെ വയറും നടന്നു ഇങ്ങനൊരു കണ്ടീഷനാണ്. ഇതാണ്. അപ്പം ഈ പോസിബിലിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് വട്ടാകാനുള്ള എല്ലാ സാധ്യതയും പിടിച്ചോ.